ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്ക് നമുക്കൊന്ന് പോകാം. ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ മകം തൊഴൽ ഇന്നാണ്. ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 9:30 വരെയാണ് നട തുറക്കുക. 1.5 ലക്ഷം ഭക്തരെത്തുമെന്നാണ് പ്രതീക്ഷ. ശനിയാഴ്ച രാത്രി നടക്കുന്ന അത്തം വലിയ ഗുരുതിയോടെ ഉത്സവം സമാപിക്കും. സുരക്ഷാ ക്രമീകരണങ്ങൾക്കായി 800-ലധികം പോലീസുകാരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. വീണ സനു ചോറ്റാനിക്കരയിൽ നിന്നും തത്സമയം നമുക്കൊപ്പം ചേരുന്നുണ്ട്. വീണ, വെരി ഗുഡ് മോർണിംഗ്. ചോറ്റാനിക്കര മഹാശംസകൾ. എനിക്ക് തോന്നുന്നു മകം പിറന്ന മങ്ക എന്നൊക്കെ നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഒരു മങ്കയായിട്ടാണ് വീണ നിൽക്കുന്നത്. രാവിലെ ഒരുപാട് പേര് എത്തിച്ചേരുന്നുണ്ട്. വലിയ നീണ്ട ക്യൂ കാണുന്നുണ്ട്. പല ഭാഗങ്ങളിലും ആനയൊക്കെ കുറച്ച് അകലെയാണല്ലോ നിൽക്കുന്നത്. സൂക്ഷിച്ച് നിൽക്കണം. ആന അകലം പാലിച്ചാണ് നിൽക്കുന്നത് എന്ന് തോന്നുന്നു. എന്തൊക്കെയാണ് ചോറ്റാനിക്കരയിൽ നിന്നുള്ള വിവരങ്ങൾ വീണ? ഡോക്ടർ അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ചോറ്റാനിക്കര മകമാണെന്ന്. അപ്പോൾ ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 9:30 മണി വരെയാണ് ഇന്ന് ദർശന സമയം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഈ ചോറ്റാനിക്കര അമ്പലത്തോട് ചേർന്ന് തന്നെ മറ്റൊരു ക്ഷേത്രമുണ്ട്. 101 ദുർഗാക്ഷേത്രങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് പറയപ്പെടുന്ന ഓണക്കുറ്റിച്ചിറ. അപ്പോൾ രാവിലെ 6 മണിക്ക് ഈ ചോറ്റാനിക്കരമ്മയെ വാദ്യമേളങ്ങളോടെയുള്ള എഴുന്നള്ളിപ്പോട് കൂടി ഈ കാവിലേക്ക് കൊണ്ടുവന്നു. മറ്റ് ആറാട്ടും മറ്റു കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ചോറ്റാനിക്കര അമ്പലത്തിലേക്ക് ദേവിയെ കൊണ്ടുപോകും. പക്ഷേ അതിന് മുന്നോടിയായിട്ട് ഒരു കാഴ്ച ശീവേലിയുണ്ട്. അപ്പോൾ ആ ശീവേലി അല്പസമയത്തിനുള്ളിൽ തന്നെ തുടങ്ങും. പിന്നെ ഇപ്പോൾ ഈ പ്രദേശവാസികൾക്കും മറ്റുമായി ഈ പറ നിറയ്ക്കുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇപ്പോൾ അവിടെ അത്തരം ചടങ്ങുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 800-ലധികം പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ട്. അത്രയധികം തിരക്കും നമുക്കറിയാം. ഞാൻ മനസ്സിലാക്കുന്നത് പ്രകാരം ഏകദേശം 3 ദിവസം മുമ്പ് വരെ ഈ ആളുകൾ ഈ ക്യൂവിൽ ഇരുന്ന് അത്രയും ഭക്തിസാന്ദ്രമായിട്ട് ഇവിടെ നിന്ന് തൊഴുതു മടങ്ങാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ്. നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇവിടെ ഈ മകം തൊഴുന്നതെന്ന് പറയുമ്പോൾ ഒരു യുഗം തൊഴുതാലും തീരാത്ത ദുരിതങ്ങൾ മകം തൊഴുതാൽ തീരും എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീജനങ്ങളെയാണ് നമുക്കിവിടെ ഏറ്റവും കൂടുതലും കാണാൻ സാധിക്കുന്നത്. നമുക്ക് ഈ ക്ഷേത്രം ഭാരവാഹികൾ ഇവിടെയുണ്ട്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്തെല്ലാം ഒരുക്കങ്ങളും ക്രമീകരണങ്ങളും ഒക്കെ നടത്തിയിട്ടുണ്ട് എന്നുള്ളത്. എല്ലാ വിധത്തിലുള്ള മുന്നൊരുക്കങ്ങളും ഒക്കെ പൂർത്തിയായോ? എല്ലാം അവസാന ഘട്ടത്തിലാണ്, പൂർത്തിയായെന്ന് തന്നെ പറയാം. തിരക്ക് എങ്ങനെയാണ് ഇത്തവണയും? കൂടുതൽ തിരക്ക് വരാനുള്ള സാധ്യതയൊക്കെ എത്രത്തോളമാണ്? കഴിഞ്ഞ വർഷം ഏതാണ്ട് 1.5 ലക്ഷത്തോളം ഭക്തജനങ്ങൾ എത്തിയെന്നാണ്. ഈ വർഷം അതിൽ കൂടുതൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അവർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുമുണ്ട്. 2 മണി മുതൽ ഇത്തവണത്തെ ദർശന സമയം എത്ര മണി വരെ? 9:30 വരെ. 2 മണി മുതൽ 9:30 വരെ. അപ്പോൾ ഈ തിരക്ക് കൂടുന്നതിനനുസരിച്ച് എന്തായാലും നമുക്ക് ദർശന സമയം വീണ്ടും കൂട്ടേണ്ടി വരുമല്ലോ. അപ്പം ഈ പുറത്തേക്കുള്ള മറ്റ് എഴുന്നള്ളിപ്പ് ചടങ്ങുകളും മറ്റും എങ്ങനെയൊക്കെയാണ് ക്രമീകരിച്ചിരിക്കുന്നത്? 11 മണിക്ക് പുറത്തേക്കുള്ള എഴുന്നള്ളിപ്പ് ഇറങ്ങാമെന്നുള്ള രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. അതുവരെയുള്ള കൂടുവാണെങ്കിൽ ആ ദർശന സമയം 11 മണി വരെ എന്നുള്ള രീതിയിലാണ്. നമ്മൾ 9:30 എന്ന് പറയുന്നെങ്കിലും കുറച്ചുകൂടെ നമ്മൾ നീട്ടി ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഡോക്ടർ അരുൺകുമാർ പറയുന്നത്. അവരെല്ലാ വിധത്തിലുള്ള മുന്നൊരുക്കങ്ങളും ഒക്കെ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ ചോറ്റാനിക്കരമ്മയെ എഴുന്നള്ളിച്ച് ഇവിടെ പൂരപ്പറമ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അങ്ങോട്ട് കൊണ്ടുപോകും. അവിടെ നിന്ന് കാഴ്ച ശീവേലിയോടുകൂടി തന്നെ അമ്മയെ അകത്തേക്ക് കയറ്റും. 1:30 മണിയോടുകൂടി നടയടയ്ക്കും. 2 മണിക്ക് നട തുറക്കും. പിന്നീട് ചോറ്റാനിക്കര മകം തൊഴൽ ആരംഭിക്കും. അങ്ങനെയാണ് ഇവിടുത്തെ ക്രമീകരണങ്ങൾ ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. ഉച്ചയ്ക്ക് 2 മണി വരെ അതിന്റെ ഒരുക്കങ്ങളാണ്. അപ്പം ഭക്തജനങ്ങളൊക്കെ രാവിലെ 2 മണി മുതൽ 9:30 വരെ 7-7.5 മണിക്കൂർ കിട്ടും. പക്ഷേ വലിയ ക്യൂ ആയിരിക്കും അല്ലേ ഇന്ന് വരാൻ? ഭക്തജന തിരക്ക് കൂടാനുള്ള സാധ്യതയുണ്ട്. വലിയ ക്യൂ, ഭക്തജന തിരക്ക് ഇനിയും കൂടാനുള്ള സാധ്യത തന്നെയാണ് ഡോക്ടർ അരുൺ കാണുന്നത്. കാരണം ഞാൻ മനസ്സിലാക്കുന്നത് പ്രകാരം കഴിഞ്ഞ 3 ദിവസം മുമ്പ് പോലും ഈ വിരി അവിടെ വിരിച്ച് മകം തൊഴാൻ വേണ്ടി ഇരിക്കുന്ന സ്ത്രീജനങ്ങൾ ഞങ്ങളിപ്പോൾ അവിടെ കണ്ടിരുന്നു. അവർ പറയുന്നത് ഞങ്ങൾ 3 ദിവസം മുമ്പ് മകം തൊഴാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. അതുകൂടാതെ അവരിവിടെ തൊഴുതതിന് ശേഷം നേരെ ആറ്റുകാല് പോകാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. ഈ നമ്മുടെ കൊച്ചിയിലുള്ളവർ പോലും ആ ക്യൂവിൽ ഈ മകം തൊഴലിന്റെ ഒരു പ്രാധാന്യം എന്താ? അപ്പൊ മറ്റുള്ള ദിവസങ്ങളെ അപേക്ഷിച്ച് ഈ പല യുഗങ്ങൾ തൊഴുതാലും മാറാത്ത പ്രശ്നങ്ങളൊക്കെ ഈ മകം തൊഴുതാൽ മാറും എന്നുള്ളതാണല്ലോ. ആ പുണ്യത്തിന് അങ്ങനെ, ആ ദിവസത്തിന് അങ്ങനെ ഒരു പ്രാധാന്യം ഉണ്ടല്ലോ. എന്താണ് അതിൻ്റെ ഒരു പ്രാധാന്യം? ഉണ്ട്. അത് സത്യത്തിൽ അരുൺ ഇത് പറയുന്നത് ഇതിന് പിന്നിലൊരു ഐതിഹ്യമുണ്ട്. അതായത് ഈ ക്ഷേത്രത്തിൻ്റെ കീഴ്ക്കാവ് രൂപപ്പെട്ടതും ഇതേ ഐതിഹ്യത്തിൻ്റെ പിന്നിൽ തന്നെയാണ്. അതായത് ഒരിക്കൽ ഒരു വില്വമംഗലം സ്വാമിയാർ എന്ന് പറയുന്ന ഒരു സ്വാമി ഇവിടെ വരാനിടയായി. അപ്പം ഈ കുംഭമാസത്തിലെ ഈ മകം നക്ഷത്രത്തിലാണ് അദ്ദേഹം ഇവിടെ വന്നത്. അപ്പോൾ ഈ ക്ഷേത്ര ദർശനത്തിന് തൊട്ട് മുന്നോടിയായിട്ട് അദ്ദേഹം അവിടെ ചോറ്റാനിക്കര അമ്പലത്തിൻ്റെ കുളത്തിൽ കുളിക്കാൻ ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കാലിലെന്തോ തടഞ്ഞു കഴിഞ്ഞപ്പോൾ അതൊരു ക്ഷേത്ര വിഗ്രഹമായിരുന്നു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, അതെടുത്ത് കീഴ്ക്കാവിലേക്ക് ആ ഭാഗത്തേക്ക്
തിരിച്ചു വെച്ചു, ആ വിഗ്രഹം തിരിച്ചു വെച്ചു. എന്നിട്ട് അദ്ദേഹം തിരിഞ്ഞെങ്ങു നോക്കിയപ്പോൾ അവിടെ കാണുന്നത് മറ്റൊരു ചോറ്റാനിക്കരമ്മയുടെ ഒരു രൂപമാണ് അവർ കണ്ടത്. അത് കുംഭമാസത്തിലെ മകം നക്ഷത്രത്തിലായതുകൊണ്ടും ഉച്ച തിരിഞ്ഞ് ഒക്കെയാണ് ഈ സംഭവം നടക്കുന്നത്. അങ്ങനെയാണ് ചോറ്റാനിക്കര മകം എന്ന ഒന്ന് രൂപം കൊള്ളുന്നത്. അപ്പോൾ ആ ഐതിഹ്യത്തിൻ്റെ പിന്നിലാണ് നമ്മളെന്നും ഈ ചോറ്റാനിക്കര കുംഭമാസത്തിൽ മകം ദിനത്തിൻ്റെ അന്ന് നമ്മൾ ഈ മകം തൊഴിൽ ആഘോഷിക്കുന്നത്. ഓക്കെ, ഏതായാലും വളരെ സന്തോഷത്തോടു കൂടി ഭക്തജനങ്ങളൊക്കെ എത്തുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.